ഹോട്ടലിൽ നിന്നൊക്കെ കഴിക്കുന്ന നല്ല ടേസ്റ്റിയായ ഒരു പലവ് എങ്ങനെ വീട്ടിൽ തയ്യാറാക്കാമെന്ന് നോക്കാം. അതിനായിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ആവശ്യമായ തേങ്ങ കട്ട് ചെയ്തിട്ട് ചേർത്തിട്ടുണ്ട്. അതിനുശേഷം അതിലേക്ക് ചെറിയ ജീരകം, കുറച്ച് സ്പൈസസ്, അത് ഏലക്ക, 3 ലവങ്ക, ഒരു പട്ടൻ്റെ പീസ്, ഒരു സ്റ്റാർ പൂവ്. അതിനുശേഷം വെളുത്തുള്ളി, ഇഞ്ചി, 2 മുളക്. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് കുറച്ച് പുതിനയിലയാണ്. മല്ലി ചേർക്കണ്ട, പുതിനയില ചേർത്തിട്ട് നന്നായിട്ട് നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തിട്ട് അത് നമുക്ക് അവിടെ മാറ്റി വെക്കാം. നമ്മൾക്കിനി റൈസ് റെഡിയാക്കാനുള്ള ഒരു കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. കുക്കർ നല്ല ചൂടായി വരുമ്പോൾ അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുത്തതിന് ശേഷം കുറച്ചും കൂടെ സ്പൈസസ് ഇതിലും ചേർക്കുന്നുണ്ട്. 2 ബേ ലീഫ്, ഒരു കഷ്ണം പട്ട, 2 ലവങ്ക, ഒരു ഏലക്ക, ഒരു സ്റ്റാർ പൂവ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ചൂടായി വരുന്ന സമയത്ത് ഒരു മീഡിയം സൈസിൽ 3 ഉള്ളി ഞാൻ കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ട് ഇതിൽ ചേർത്തിട്ടുണ്ട്. പിന്നെ നമ്മൾക്ക് ചേർക്കേണ്ടത് ഇതിനാവശ്യമായ പച്ചക്കറികളാണ്. നിങ്ങളുടെ കയ്യിൽ ഏതാണോ പച്ചക്കറികൾ അത് ചേർക്കാം കേട്ടോ. ഞാനിവിടെ ബീൻസ് കുറച്ച്, ഒരു ക്യാരറ്റ്, ഒരു മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ്, ഒരു ന്യൂക്കൽ, അതാണ് ചേർത്തിട്ടുള്ളത്. അതിനുശേഷം നമ്മൾ തലേന്ന് രാത്രിയോ ഒരു 2 മണിക്കൂർ മുന്നേ വെള്ളത്തിലിട്ട് വെച്ച സോയാബീനും ഗ്രീൻ പീസുമാണ്, അതും ചേർത്തിട്ടുണ്ട്. അതെല്ലാം കൂടി ചേർത്തിട്ട് ഒരു 5 മിനിറ്റ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അതിന് ശേഷം നമ്മൾക്ക് അരിഞ്ഞ് വെച്ചിട്ടുള്ള ചെറുതായി കട്ട് ചെയ്ത മല്ലിച്ചപ്പും പുതിനയും അതും ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മൾ ഫസ്റ്റ് അരച്ച് വെച്ചില്ലേ ആ കൂട്ടും ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഒരു 5 നിമിഷം അങ്ങനെ തന്നെ ഇളക്കി കൊടുത്തതിന് ശേഷം ആവശ്യമായ മല്ലിപ്പൊടി, ഉപ്പ്, കുറച്ച് കുരുമുളക് പൊടി, ഉപ്പൊക്കെ നിങ്ങൾ ആവശ്യത്തിനനുസരിച്ചിട്ടോ. നമ്മളിതിൽ വേറെ പൊടികളൊന്നും ചേർക്കുന്നില്ല, ബിരിയാണി മസാല, മുളകും പൊടിയോ ഒന്നും ചേർക്കുന്നില്ല. വെറും മല്ലിപ്പൊടിയും ഒരു നുള്ളു കുരുമുളക് പൊടിയാണ് ചേർക്കുന്നത്. അതിന് ശേഷം നമ്മൾ കഴുകി ഊറ്റി വെച്ചിരുന്ന അരി അതും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇത് വെള്ളം ഒഴിക്കുന്നതിന് മുന്നേ തന്നെ നല്ലോണം ഇളക്കി കൊടുക്കണം. ഇതേപോലെ നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ അരി അളന്ന് വെച്ചിട്ടുണ്ടാവുമല്ലോ വെള്ളം, ആ വെള്ളമാണ് ഒഴിച്ച് കൊടുക്കേണ്ടത്. ആ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒരു ചെറിയൊരു കഷ്ണം ചെറുനാരങ്ങ പിഴിഞ്ഞ് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് അളന്ന് മാറ്റി വെച്ചിട്ടുള്ള വെള്ളം ഉണ്ടല്ലോ അതൊന്ന് ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് മൂടി വെച്ചിട്ട് 2 വിസിൽ വരുന്ന വരെ നല്ല ഗ്യാസ് ഫുള്ളിൽ തന്നെ ഇട്ടിട്ട് ഒന്ന് 2 വിസിൽ വരുന്ന വരെ അങ്ങനെ തന്നെ ഇരിക്കട്ടെ. നിങ്ങൾ ഉണ്ടാക്കി നോക്കട്ടെ, നല്ല രസമായിട്ടത് കഴിക്കാനൊക്കെ. ഇതിലേക്ക് വേറെ ഒന്നും വേണമെന്നുള്ള ഒരു ചെറിയൊരു തേങ്ങാ ചട്നി ഉണ്ടാക്കിയാലും മതി. നല്ല ടേസ്റ്റായിട്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ കുട്ടികൾക്കൊക്കെ സ്കൂളിലേക്ക് കൊടുത്തു വിടാനൊക്കെ പറ്റിയൊരു റൈസാട്ടോ ഇത്. എളുപ്പത്തിലാവും ചെയ്യും. കൂടുതൽ സാധനങ്ങളൊന്നും വേണമല്ലോ. കുറച്ച് വീട്ടിലെപ്പോഴും പച്ചക്കറികളൊക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ വെച്ചിട്ട് ഇതേപോലെ സിമ്പിളായിട്ടൊരു ഡിഷ് ഉണ്ടാക്കി നോക്കുക. ഓക്കെ, താങ്ക് യു.